എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. രാവിലെ പുറപ്പെടാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4:30 ആകുമ്പോൾ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയെടുക്കുകയാണ്. കാരണം ആ ഒരു റൂട്ടിൽ ഹോട്ടൽസ് കുറച്ച് കുറവാണ്, നല്ല ഹോട്ടലുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫുഡ് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബാറ്റർ തലേദിവസം ആക്കി വെച്ചു കേട്ടോ. കുറച്ച് ഇഡ്ഡലി ആക്കി 2-3 ദോശ എടുത്തു. പിന്നെ ആമിക്കുട്ടിക്ക് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ടാക്കിയെടുത്താൽ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇത് ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആമിക്കുട്ടീനെ എഴുത്തിനിരുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2.5 വയസ്സായപ്പം കണ്ണൂരുള്ളൊരു മൂകാംബിക ക്ഷേത്രത്തിൽ എഴുതി. പക്ഷേ ഇവിടെയും കൂടെ എഴുതാൻ വേണ്ടി നേർച്ചയുള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്, ഒരു മാസത്തോളമായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ദേവിയുടെ ആ ഒരു വിളി വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ളൊരു മുഹൂർത്തമായതെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ ചട്നിയും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പോകാനായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വേഗം എണീറ്റു കേട്ടോ. വെളിച്ചപാടന്നെ ആമിക്കുട്ടി എണീറ്റു, വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക്. ഒരു ദിവസത്തേക്കാണെങ്കിലും നമ്മൾ 10 ദിവസത്തേക്കും ആണെങ്കിലും വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തൊക്കെ എടുത്തോ, എല്ലാം എടുത്തോ, പിന്നെ വീട് നന്നായി അടച്ചില്ല, എല്ലാം ഒക്കെ നന്നായി ക്ലോസൊക്കെ ചെയ്തില്ലേ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പം ഞങ്ങൾ 6 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പോകുന്നത് വൈറ്റ് ഫീൽഡ്, പിന്നെ ചിത്രദുർഗ, ഷിമോഗ ആ ഒരു റൂട്ട് കൂടെയാണ്. അപ്പം കൊള്ളാം, നല്ല റോഡൊക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകാൻ പറ്റി. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആമിക്കുട്ടിക്ക് ഉറക്കം വന്ന് അവൾ കിടന്നു. ഞങ്ങൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങി. നമ്മളേതാണ്ട് ഒരു കാട് ഒക്കെ കയറി തുടങ്ങി. അപ്പം പിന്നെ റെസ്റ്റോറൻ്റൊന്നും കാണാനുമില്ല. അങ്ങനെ ആപ്പിളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഭാഗ്യത്തിനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. കാണാൻ വലിയ പോഷൊന്നും ഇല്ലെങ്കിലും നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അത് നമ്മൾ സൗത്ത് ഇന്ത്യൻ മീൽസാണ്. അപ്പോൾ ഇതിൽ ചോറും പൂരി ഉണ്ട്. ഞാൻ പൂരിയുള്ള ഓപ്ഷൻ എടുത്തത്. പിന്നെ അക്കി റൊട്ടി ഉണ്ട് കേട്ടോ. ഒരു പത്തിരിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്, കർണാടക സ്പെഷ്യലാണത്. അപ്പോൾ രതീഷേട്ടനായൊരു കോമ്പോ എടുത്തത്. പിന്നെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് കേട്ടോ എടുത്തത്. അപ്പം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, വയറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മൂകാംബികയിലെത്തി. അവിടെ ഒരു റൂം ബുക്ക് ചെയ്തു. കാരണം വേറെ റൂമുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം, നല്ല ഹോട്ടൽസൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം മോശമില്ലാത്തൊരു റൂം എടുത്തു. അപ്പോൾ ഇത് സീസണാണല്ലോ, അതുകൊണ്ട് നല്ല തിരക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനും ദേവി തൊഴാനും പറ്റി കേട്ടോ, വലിയ തിരക്കൊന്നുമില്ലാതെ. അത് കഴിഞ്ഞ് പിന്നെ വഴിപാടുകളൊക്കെ ചെയ്തു. നമ്മൾ ലഡു പ്രസാദം ഒക്കെ ഷീറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രസാദം എൻ്റെ ഫേവറേറ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലഡു പ്രസാദം. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുറ്റും നോക്കുന്നിടത്തെല്ലാം ഈ അരങ്ങേറ്റം, ഈ വൈകുന്നേരം സമയമാകുമ്പോൾ അരങ്ങേറ്റത്തിനുള്ള സമയം തോന്നുന്നു. രാവിലെയാണ് എഴുത്തിനിരുത്ത്. അപ്പം നിറയെ ഡാൻസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ണിന് നല്ല ഭംഗിയില്ല, നമുക്കിങ്ങനെ കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിലെ കുറച്ച് ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തൊരു ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ട് പ്രസാദം ഒട്ടും കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം. Day 2.